Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ആണ്. ഓൾറെഡി യൂസ് ചെയ്ത തുണിയിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്ത് പുതിയ മോഡലിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ജീൻസ് പാൻറ് കൊണ്ട് കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ നമ്മുടെ വന്നായ കട്ട് പീസസും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ പീസസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ മാറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എവറി തേർഡ് വെനസ്ഡേസിലും നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഐറ്റത്തിനെ റീക്രിയേറ്റ് ചെയ്ത് പുതിയ ലുക്കിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ടേബിൾ മാറ്റ് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ള എല്ലാവർക്കും മസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ എപ്പോഴും നമുക്ക് തുടയ്ക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മളുടെ ടേബിൾ മാറ്റിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ടേബിൾ മാറ്റിലേക്ക് 2 തുണിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 2 സൈഡും വേറെ വേറെ കളറുള്ള തുണി എടുക്കണം. അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്ത ഭാഗം എവിടെയാണെന്നും അവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ളൊരു കവറ് നമ്മൾ മേടിക്കുന്ന അട്ട കവറൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ല ലീക്കായാലും ഏറ്റവും അടിയിലേക്ക് ഗ്ലാസ്സിലേക്കൊക്കെ ആകാതെ തന്നെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ 2-3 months ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതേ നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്ക് പ്ലാസ്റ്റിക് ഷീറ്റും മുകളിലും താഴെയും വേറെ വേറെ തുണികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡ് ഫിനിഷ് ചെയ്യാനായിട്ടുള്ളൊരു പൈപ്പിംഗ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട് പീസസ് ആയിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന തുണിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഐറ്റംസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൈപ്പിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളതായൊരു ടേബിൾ മാറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കട്ട് പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മറ്റേ റെഡും ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്നത് ചുരിദാറിൻ്റെ പീസ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സാരീൻ്റെ പല്ലു പീസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടേബിൾ മാറ്റാണ്. എല്ലാതും തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ യൂസേജ് നല്ല അടിപൊളി യൂസേജാണ്. കുട്ടികളുള്ള വീടാണെങ്കിൽ പറയും വേണ്ട. അവർ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ എന്ത് തന്നെ പോയാലും നമുക്ക് ഈ ടേബിൾ മാറ്റ് മാത്രം വാഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാതും തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ 2 കപ്പ് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ജീൻസിൻ്റെ തുണിയാണ്. പാൻറ്റായിരുന്നു. അപ്പോൾ പാൻറ്റ് നമ്മൾ റീയൂസ് ചെയ്തെടുത്തിട്ടാണ് കപ്പ് ഹോൾഡറായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള. കപ്പ് ഹോൾഡറിൻ്റെ ഒരു സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മെഷർമെൻറ്റ്സും കൂടി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ 2 ഐറ്റമും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഓൺലൈനിൽ കയറി കഴിഞ്ഞിട്ട് കപ്പ് ഹോൾഡറിനും അതുപോലെ തന്നെ ടേബിൾ മാറ്റിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സേവിങ്സ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതായ ഒത്തിരി ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടും ഈസി ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ അടിപൊളി ഐറ്റമായിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.